എവിടെയാണ് ഇസ്രായേലിന് പിഴച്ചത്? അറബ് രാജ്യങ്ങളെ മുഴുവൻ അബ്രഹാം അക്കോർഡിലേക്ക് കൊണ്ടുവന്ന് സൈനികേതര പങ്കാളികളാക്കി മിഡിൽ ഈസ്റ്റിലെ അപ്രമാദിത്യ ശക്തിയായി മാറാനുള്ള അതിവിദഗ്ധമായ നീക്കം എവിടെയാണ് പിഴച്ചത്? ഹമാസിന്റെ പേരും പറഞ്ഞ് 20 ലക്ഷം മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഗസ നഗരത്തിൽ തലങ്ങും വിലങ്ങും ബോംബിട്ട് മാനവരാശി കണ്ട ഏറ്റവും വലിയ വംശഹത്യകളിൽ ഒന്ന് ആവർത്തിക്കുമ്പോൾ ആയുധങ്ങളും സപ്പോർട്ടും കൊടുത്ത് അമേരിക്ക ഒന്നും അറിയാത്ത ഭാവത്തിൽ ഉറക്കം നടിച്ചു. എന്നാൽ ഇറാന്റെ പ്രോക്സികളുടെ അപ്രതീക്ഷിത ചെറുത്തുനിൽപ്പ് ഗ്രേറ്റർ ഇസ്രായേൽ പദ്ധതിക്ക് വൻ ബാധ്യതയായി മാറി. ഇറാനെ ഭയപ്പെടുത്തി നോക്കി, പക്ഷെ നടന്നില്ല. ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെ ഒതുക്കാനാവില്ല എന്ന് ബോധ്യമായ അമേരിക്കയ്ക്ക് മുഖം മൂടി മാറ്റി അണിയറയിൽ നിന്ന് അരങ്ങത്തേക്ക് വരാതെ നിവൃത്തിയില്ല എന്ന നില വന്നു. അപ്പോഴാണ് ലോകത്തിന് മനസ്സിലായത് ഇത് ഇസ്രായേലും അമേരിക്കൻ സയനിസ്റ്റ് ശക്തികളും ചേർന്ന് അഭിനയിക്കുന്ന ഒരു നാടകമാണെന്ന്. ഗ്രേറ്റർ ഇസ്രായേൽ നടപ്പാക്കുന്നതിൻ്റെ ആദ്യപടിയായി ഇറാനെ നിലക്ക് നിർത്തണം. അതിന് അറബ് ലോകത്തെ വരുതിയിൽ കൊണ്ടുവരണം. കഴിഞ്ഞ ദിവസം ട്രംപിന് അത് പരസ്യമായി പറയേണ്ടി വന്നു. അറബ് രാജ്യങ്ങൾ അബ്രഹാം അക്കോർഡിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇറാനുമായി കരാറുണ്ടാക്കുകയില്ല എന്ന്. കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി. എന്ത് വില കൊടുത്തും ലക്ഷ്യം നേടണം. ഇറാന്റെ കയ്യിൽ ആണവായുധമുണ്ടായാൽ ഈ പദ്ധതിയെല്ലാം തകിടം മറിയും. മിഡിൽ ഈസ്റ്റിലെ അപ്രമാദിത്വമെന്ന സയനിസ്റ്റ് പകൽക്കിനാവ് സ്വപ്നമായി മാറും. കഥയറിയാതെ ആട്ടം കാണുന്ന ലോക ജനതയെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഈ ചതുരംഗം ഇനിയും തുടരും. അല്പം വിശദാംശങ്ങളിലേക്ക് പോകാം. അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം സാധാരണ നിലയിലാക്കുന്നതിനായി 2020 ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ ഒപ്പുവെച്ച ചരിത്രപരമായ കരാറാണ് എബ്രഹാം ഉടമ്പടി അഥവാ എബ്രഹാം അക്കോർഡ്. ട്രംപ് നേരത്തെയും ഇപ്പോൾ ഈ ഭരണകാലത്തും ഈ കരാറിലേക്ക് കൂടുതൽ അറബ് രാജ്യങ്ങളെ കൂട്ടിച്ചേർക്കാൻ ശക്തമായ നീക്കങ്ങളാണ് നടത്തുന്നത്. ഒന്നാമത്തേത് സാമ്പത്തിക പ്രതിരോധ ആനുകൂല്യങ്ങളാണ്. കരാറിൽ ഒപ്പുവെക്കാൻ തയ്യാറായ രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക സൈനിക സഹായങ്ങളാണ് ട്രംപ് വാഗ്ദാനം ചെയ്യുന്നത്. UAEയുടെ കാര്യമെടുത്താൽ കരാറിന്റെ ഭാഗമായി UAEക്ക് അത്യാധുനിക F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കാൻ ട്രംപ് ഭരണകൂടം അനുമതി നൽകി. ഇനി സുഡാന്റെ കാര്യമെടുത്താൽ സുഡാനെ ഭീകരവാദത്തെ പിന്തുണക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കുകയും ചെയ്തു. മൊറോക്കോയുടെ കാര്യമെടുത്താലോ തർക്കപ്രദേശമായ പടിഞ്ഞാറൻ സഹാറയ്ക്ക് മേലുള്ള മൊറോക്കോയുടെ പരമാധികാരം അമേരിക്ക അംഗീകരിച്ചു. ഇനി സൗദി അറേബ്യയെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയാണ്? അബ്രഹാം കരാറിന്റെ ഏറ്റവും വലിയ വിജയം സൗദി അറേബ്യയെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നതാണെന്ന് ട്രംപ് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. സൗദി ഭരണാധികാരികളുമായി അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ട്രംപ് ഇസ്രയേലുമായി കൈകോർക്കുന്നത് വഴി മിഡിൽ ഈസ്റ്റിൽ വലിയ സാമ്പത്തിക പുരോഗതിയും സുരക്ഷയും ഉണ്ടാകുമെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇറാനിൽ നിന്നുള്ള പ്രാദേശിക ഭീഷണികളെ ചെറുക്കാൻ ഇസ്രായേൽ സൗദി സഖ്യം അനിവാര്യമാണെന്ന വാദമാണ് ട്രംപ് ഇപ്പോൾ ഉയർത്തുന്നത്. മിഡിൽ ഈസ്റ്റിലെ ഷിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഇറാന്റെ ആണവ വ്യാപ്തിയും സ്വാധീനവും ഭയക്കുന്ന സുന്നി അറബ് രാജ്യങ്ങളെ ഒന്നിപ്പിക്കാൻ ട്രംപ് ഈ ഭീതിയെ ഉപയോഗിക്കുന്നു. ഇസ്രായേലുമായി കൈകോർക്കുന്നതിലൂടെ ഇറാന്റെ ഭീഷണിക്കെതിരെ ശക്തമായ ഒരു സുരക്ഷാ കവചം ഒരുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം അറബ് രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. തന്റെ മരുമകനും മിഡിൽ ഈസ്റ്റ് ഉപദേശകനുമായ ജാഡ് കുഷ്നറെ ഉപയോഗിച്ച് അറബ് ലോകത്തെ യുവ നേതാക്കളുമായി പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലെ രാജകുമാരന്മാരുമായി ട്രംപ് ശക്തമായ വ്യക്തിബന്ധങ്ങൾ സ്ഥാപിച്ചു. ഔദ്യോഗിക ചാനലുകൾക്ക് പുറമെ ഇത്തരം വ്യക്തിപരമായ ചർച്ചകളിലൂടെയാണ് പല രാജ്യങ്ങളെയും ഈ കരാറിലേക്ക് അടുപ്പിച്ചത്. ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഇസ്രായേലുമായി ബന്ധം സ്ഥാപിക്കൂ എന്ന അറബ് രാജ്യങ്ങളുടെ പരമ്പരാഗത നിലപാടിനെ മറികടക്കാൻ ഇതിലൂടെ ട്രംപിന് കഴിഞ്ഞു. ഫലസ്തീൻ വിഷയം നിലനിൽക്കുമ്പോൾ തന്നെ വ്യാപാരം, സാങ്കേതിക വിദ്യ, ടൂറിസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇസ്രായേലുമായി സഹകരിക്കുന്നത് വഴി അറബ് രാജ്യങ്ങൾക്ക് കൂടുതൽ ലാഭമുണ്ടാക്കാമെന്ന തന്ത്രമാണ് ട്രംപ് ഉപദേശിക്കുന്നത്. ഇതിലൂടെ UAE, ബഹ്റൈൻ, സുഡാൻ, മൊറോക്കോ എന്നീ രാജ്യങ്ങളെ ഇതിനകം തന്നെ ഈ കരാറിന്റെ ഭാഗമാക്കാൻ ട്രംപിന് കഴിയുകയും ചെയ്തു. വരും ദിവസങ്ങളിൽ കൂടുതൽ അറബ് മുസ്ലിം രാജ്യങ്ങളെ ഈ സഖ്യത്തിലേക്ക് കൊണ്ടുവന്ന് മിഡിൽ ഈസ്റ്റിൽ വലിയൊരു രാഷ്ട്രീയ അട്ടിമറി തന്നെ നടത്താനാണ് ട്രംപ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തി ഇസ്രായേലിനൊപ്പം പരസ്യമായി അണിനിരക്കാൻ അറബ് രാജ്യങ്ങൾ എത്രത്തോളം തയ്യാറാകുമെന്നത് മിഡിൽ ഈസ്റ്റിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ്. ലളിതമായി പറഞ്ഞാൽ
ഇറാനെതിരെ ഇസ്രയേലുമായി രഹസ്യമായ സുരക്ഷാ ഇന്റലിജൻസ് സഹകരണത്തിന് ഭൂരിഭാഗം ഗൾഫ് രാജ്യങ്ങളും തയ്യാറാണെങ്കിലും ഫലസ്തീൻ വിഷയം പരിഹരിക്കാതെ പരസ്യമായി ഇസ്രയേലിനൊപ്പം ചേരാൻ പല അറബ് രാജ്യങ്ങളും ഇപ്പോൾ ഭയപ്പെടുന്നുണ്ട്. അറബ് രാജ്യങ്ങളുടെ നിലപാടുകളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഒന്ന്, ഇതിനകം ഇസ്രായേലുമായി അടുത്തവർ, അതായത് എബ്രഹാം കരാറിൽ ചേർന്ന രാജ്യങ്ങൾ. UAE, ബഹ്റൈൻ, മൊറോക്കോ എന്നീ രാജ്യങ്ങൾ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞതാണ്. ഇറാന്റെ പ്രാദേശിക ഭീഷണിയെ പ്രതിരോധിക്കാൻ ഇസ്രായേലിന്റെ സൈനിക സാങ്കേതിക സഹായം ഇവർക്ക് ലഭിക്കുന്നുമുണ്ട്. എന്നാൽ ഗസ യുദ്ധത്തിന് ശേഷം ഈ രാജ്യത്തിലെ പൊതുജനങ്ങൾക്കിടയിൽ ഇസ്രായേൽ വിരുദ്ധ വികാരം ശക്തമായതിനാൽ ഇറാനെതിരെ പരസ്യമായി ഇസ്രായേലിനൊപ്പം ചേർന്ന് യുദ്ധത്തിലേക്ക് നീങ്ങാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അറബ് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള രാജ്യമായ സൗദി അറേബ്യയാണ് ഈ സമവാക്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇറാന്റെ ഭീഷണിയെ ചെറുക്കാൻ ഇസ്രയേലുമായി കൈകോർക്കാൻ സൗദിക്കും താല്പര്യമുണ്ട്. എന്നാൽ ഫലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യം രൂപീകരിക്കാതെ ഇസ്രയേലുമായി ഔദ്യോഗിക ബന്ധത്തിനില്ല എന്നാണ് സൗദി ഭരണാധികാരി മുഹമ്മദ് ബിൻ സൽമാൻ നിലവിൽ വ്യക്തമാക്കുന്നത്. ഫലസ്തീൻ വിഷയം അവഗണിച്ചുകൊണ്ട് ഇസ്രായേലിനൊപ്പം ചേർന്നാൽ അത് അറബ് മുസ്ലിം ലോകത്ത് സൗദിയുടെ നേതൃത്വ പദവിയെ ബാധിക്കുമെന്ന് അവർ ശരിക്കും ഭയപ്പെടുന്നുണ്ട്. ഖത്തർ, ഒമാൻ, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഇറാന്റെ തൊട്ടടുത്ത അയൽക്കാരാണ്. ഇറാനുമായി പൂർണ്ണമായൊരു ശത്രുത നേടാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഖത്തർ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള ചർച്ചകളിൽ വലിയൊരു മധ്യസ്ഥനായി തുടരുകയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അവർ ഇറാനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തി ഇസ്രായേലിനൊപ്പം ചേരാൻ സാധ്യത വളരെ കുറവാണ്. പിന്നെയുള്ളത് ഈജിപ്ത്, ജോർദാൻ എന്നിവരാണ്. ഇവർ നേരത്തെ തന്നെ ഇസ്രായേലുമായി സമാധാന കരാറിൽ ഒപ്പുവെച്ചവരാണ്. എന്നാൽ ഇറാന്റെ കാര്യത്തിൽ ഒരു സഖ്യത്തിനപ്പുറം സ്വന്തം അതിർത്തികളുടെ സുരക്ഷയ്ക്കാണ് ഇവർ മുൻഗണന നൽകുന്നത്. ഗസയിലും ലെബനനിലും നടന്ന വലിയ നാശനഷ്ടങ്ങൾക്ക് ശേഷം അറബ് ലോകത്തെ ജനങ്ങൾക്കിടയിൽ ഇസ്രായേലിനോടുള്ള അമർഷം വളരെ കൂടുതലാണ്. ജനാധിപത്യ രാജ്യങ്ങൾ അല്ലെങ്കിൽ പോലും ജനവികാരം പൂർണ്ണമായി തള്ളിപ്പറഞ്ഞ് ഇസ്രായേലുമായി സഖ്യമുണ്ടാക്കാൻ അറബ് ഭരണാധികാരികൾക്ക് വളരെ പ്രയാസമാണ്. സൗദിയും UAEയും അടുത്തിടെ ചൈനയുടെ മധ്യസ്ഥതയിൽ ഇറാനുമായി ബന്ധം മെച്ചപ്പെടുത്തിയിരുന്നു. ഒറ്റയടിക്ക് ഇറാനെ ശത്രുപക്ഷത്ത് നിർത്തി മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു വലിയ യുദ്ധത്തിന് വഴിമരുന്നിടാൻ അറബ് രാജ്യങ്ങൾ ഒരുക്കമല്ല. ട്രംപ് ഭരണകൂടം സൗദി ഉൾപ്പെടെയുള്ള കൂടുതൽ രാജ്യങ്ങളെ ഇസ്രായേലിനൊപ്പം കൊണ്ടുവരാൻ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. എന്നാൽ ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാജ്യമെന്ന കാര്യത്തിൽ ഇസ്രായേൽ ഒരു അനുകൂല നിലപാട് എടുക്കാത്ത പക്ഷം ഇറാനെതിരെ ഒരു പരസ്യ സഖ്യത്തിന് വളരെ ചുരുക്കം അറബ് രാജ്യങ്ങൾ മാത്രമേ ധൈര്യപ്പെടുകയുള്ളൂ. 2026 ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാന് നേരെ നടത്തിയ ആക്രമണത്തോടെ മിഡിൽ ഈസ്റ്റിൽ ആരംഭിച്ച യുദ്ധം ഏപ്രിൽ മാസത്തോടെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് മെയ് 25, 26 തീയതികളിൽ യുദ്ധരംഗത്തും നയതന്ത്ര തലത്തിലും കടുത്ത ആശങ്ക ഉയർത്തുന്ന വിധം ചില നിർണായക സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. വെടിനിർത്തൽ കരാറുകൾ കാറ്റിൽ പറത്തിക്കൊണ്ട് കനത്ത സൈനിക നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഇതിനൊപ്പം തന്നെ പുതിയൊരു സമാധാന കരാറിനായുള്ള അണിയറ ചർച്ചകളും നടക്കുന്നു എന്നത് തികച്ചും വിചിത്രമാണ്. വെടിനിർത്തൽ നിലവിലുണ്ടായിരുന്നിട്ടും ഇറാന്റെ ദക്ഷിണ തീരപ്രദേശങ്ങളിൽ US സെൻട്രൽ കമാൻഡ് പുതിയ ആക്രമണങ്ങൾ നടത്തി. സമുദ്രമാർഗമുള്ള ഗതാഗതം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ഇറാൻ ബോട്ടുകൾക്ക് നേരെയും മിസൈൽ വിക്ഷേപണ കേന്ദ്രങ്ങൾക്ക് നേരെയും അമേരിക്ക ശക്തമായ പ്രതിരോധ സ്ട്രൈക്കുകൾ നടത്തിയെന്നാണ് വാർത്തകൾ. ഹോർമുസ് കടലിടുക്കിന് സമീപമുള്ള ബന്ദർ അബ്ബാസ്, സിറിക്ക്, ജാസ്ക് എന്നീ തീരദേശ നഗരങ്ങളിൽ ശക്തമായ ബോംബാക്രമണങ്ങളും നടന്നിട്ടുണ്ട്. ഇറാന്റെ തിരിച്ചടിയും വളരെ ശക്തമായിരുന്നു. പേർഷ്യൻ ഗൾഫ് മേഖലയ്ക്ക് മുകളിലൂടെ ഇറാൻ വ്യോമാതിർത്തിയിലേക്ക് കടന്ന അമേരിക്കൻ വ്യോമസേനയുടെ ഒരു MQ-9 റീപ്പർ ഡ്രോൺ തങ്ങളുടെ എയർ ഡിഫൻസ് യൂണിറ്റുകൾ വെടിവെച്ചിട്ടതായി IRGC സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഏപ്രിൽ മാസത്തെ വെടിനിർത്തലിന് ശേഷം ഉണ്ടായ ഏറ്റവും വലിയ വെടിനിർത്തൽ ലംഘനമാണ് ഇതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഇസ്രായേൽ സൈന്യം ലെബനാനിൽ ആക്രമണം വീണ്ടും കടുപ്പിച്ചിരിക്കുകയാണ്. തെക്കൻ ലെബനാനിലെ 10 ഗ്രാമങ്ങളിലുള്ള താമസക്കാരോട് വീടുകൾ ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമാധാന ചർച്ചകൾക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയൊരു രാഷ്ട്രീയ നീക്കം നടത്തി. ഇറാനുമായി ഒരു സമാധാന കരാറിൽ ഒപ്പുവെക്കണമെങ്കിൽ സൗദി അറേബ്യ, ഖത്തർ, പാകിസ്ഥാൻ, ഈജിപ്ത്, ജോർദാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ ഒന്നിച്ച് അബ്രഹാം കരാറിന്റെ ഭാഗമാകണമെന്ന് ട്രംപ് കർശനമായി ആവശ്യപ്പെട്ടിരിക്കുന്നത് അമേരിക്കയുടെ ഉള്ളിലിരിപ്പ് ലോകത്തിന് മുന്നിൽ വ്യക്തമാക്കപ്പെട്ടു. യുദ്ധക്കളത്തിൽ കനത്ത ആക്രമണങ്ങൾ നടക്കുമ്പോഴും യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാനുള്ള
സംയുക്ത ചർച്ചാ പ്രഹസനങ്ങൾ ഖത്തറിലെ ദോഹയിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം മുഴുവൻ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ മേൽനോട്ടത്തിൽ നശിപ്പിക്കുകയോ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റുകയോ ചെയ്യണമെന്നാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രധാന ആവശ്യം. ഇസ്രയേലിനുള്ള ഭാവി ഭീഷണി ഒഴിവാക്കുകയാണ് ഇതിന് പിന്നിലെ ലക്ഷ്യമെന്ന് വളരെ വ്യക്തമാണ്. തുടർച്ചയായ സൈനിക നീക്കങ്ങൾ കാരണം തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണക്കടത്ത് തടസ്സപ്പെട്ടത് ആഗോള വിപണിയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇന്ധനവില വർധനവ് ഭയന്ന് ശ്രീലങ്ക പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ പലിശ നിരക്കുകൾ വലിയ തോതിൽ ഉയർത്തിയിട്ടുമുണ്ട്. ഇനിയും ഒരു ധാരണയിൽ എത്തിയില്ലെങ്കിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ലോകത്താകമാനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.